ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സുലൈമാൻ പരപ്പനങ്ങാടിയാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഫേസ്ബുക്കിലൊപ്പം നിറഞ്ഞു നിൽക്കുകയാണ് താനൂരത്തെ ആടിൻ്റെ തല കെട്ടി തൂക്കിയ ഒരു സംഭവം. അപ്പോൾ ലീഗിൻ്റെ പ്രവർത്തകർ അവർ ജയിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ അവർ ചെയ്തു പോയതാണ്. തെറ്റാണ്, ഏത് അർത്ഥത്തിൽ നോക്കിയാലും തെറ്റാണ്. പക്ഷേ ഒരർത്ഥത്തിൽ നോക്കിയാൽ അതിന് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനതല്ല പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സൂര്യ ഉസ്താദിൻ്റെ ആലപ്പുഴ സൂര്യ ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം അതിനെ നല്ല വിമർശിക്കുന്നുണ്ട്. വിമർശിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, BJPക്കാർ പോലും ചെയ്യാൻ പഠിക്കുന്ന, RSSകാർ പോലും ചെയ്യാൻ പഠിക്കുന്ന ഒരു സംഭവമാണ് ലീഗുകാർ പ്രവർത്തകർ ചെയ്തതെന്ന്. ഉസ്താദിനോട് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, BJPക്കാർ ചെയ്യാൻ എന്താണ് മടിച്ചത് ഒന്ന് പറയണം. നിങ്ങൾ ബംഗാളിലത്തെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? RSSകാർ വാളുമായിട്ടാണ് നടക്കുന്നത്. അവിടുത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? ഈ കേരളത്തിൽ തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാർ പച്ചക്കൊടിയുമായിട്ട് പോകുമ്പോൾ രണ്ട് ഹിന്ദുത്വ തീവ്രവാദി പെണ്ണുങ്ങൾ എന്താണ് അവരോട് പറഞ്ഞത്? വളരെ ദേഷ്യത്തിലാണ് അവരോട്, ആ കുട്ടികളോട് പ്രതികരിച്ചത്. എന്താ പറഞ്ഞത്? ഇത് കേരളമാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാകിസ്ഥാനിൽ പോകണമെന്ന്. ഇത് സൂര്യ ഉസ്താദ് കേട്ടിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോഴത്തേന് അങ്ങോട്ട് ഫേസ്ബുക്കിൽ 10 ലൈക്കോ കമൻറ്റോ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ച് പറയരുത്. ഉസ്താദിൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇന്ന് ശശികലയും കുരക്കുന്നത്, അതുപോലെ മലൻ ചാനലും കുരക്കുന്നത്. മലൻ ചാനലും ഈ ന്യൂസ് ഒഴിവാക്കണില്ല. മുസ്ലിം തീവ്രവാദികൾ, ജിഹാദികൾ എന്നാണ് വിളിക്കുന്നത്. ഈ മുസ്ലിമിൽ ഞാനും പെടും, എല്ലാവരും പെടും, മുസ്ലിങ്ങളൊക്കെ പെടും. വിവരമില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇതിനൊക്കെ ഒരു വഴി ഒരുക്കരുത്. ശക്തമായിട്ട് ഇതിനെ പ്രതികരിക്കണമെന്നാണ് സുഹരി ഉസ്താദിനോട് ഞാൻ പറയുന്നത്. വിഷയങ്ങൾ വരുമ്പോൾ എല്ലാ വിഷയങ്ങളും പറയണം, ഒരു വിഷയം മാത്രം പറയാൻ പാടില്ല. മുസ്ലിം ലീഗിനെ ഞാൻ ന്യായീകരിക്കില്ല, പ്രവർത്തകർ ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കണില്ല, ഞാൻ മുസ്ലിം ലീഗുകാരനുമല്ല. പക്ഷെ അവരങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ, രാഷ്ട്രീയമായിട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരു കുഴപ്പമില്ല. അവർ ജയിച്ച പാർട്ടിയാണെങ്കിൽ അവരാഘോഷിക്കട്ടെ, അവർക്ക് അതാണ് ആഘോഷമെങ്കിൽ അത് അവർ ആഘോഷിക്കട്ടെ. അപ്പോൾ ഇതിനെ ഈ മലം ചാനലിൽ വരുന്ന റിപ്പോർട്ടുകളും ശശികലയെ പറയുന്ന വാക്കുകളും അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ട് പറയാനുള്ള ചങ്കുറ്റം കേരളത്തിലെ ആളുകൾക്ക് വേണം.